പ്രിയ തൊഴിലുറപ്പ് തൊഴിലാളികളെ നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഞാനിന്ന് വന്നത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പം നമ്മൾ പല സ്ഥലത്തു നിന്ന് എന്നോട് തന്നെ കുറേ ആൾക്കാർ ഇങ്ങനെ മെസ്സേജ് വഴിയും മറ്റൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, തൊഴിലുറപ്പ് നിർത്തുകയാണോ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ ഞാൻ പല യൂട്യൂബ് ചാനലുകളിലൊക്കെ കാണുന്നു, തൊഴിലുറപ്പ് നിർത്താൻ വേണ്ടിയിട്ടുള്ള ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ എല്ലാ സ്ഥലത്തു നിന്നും ഇത്തരത്തിൽ നിർത്തുകയാണ് എന്നുള്ള ഒരു സംഭവം വരുന്നത് എന്ന് എനിക്കറിയില്ല. എന്തായാലും നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, ഓരോ വർഷം തൊഴിലുറപ്പ് തുടങ്ങിയ സമയം മുതൽ കുറച്ച് 2-3 വർഷം കഴിയുമ്പോൾ തന്നെ തൊഴിലുറപ്പ് എടുത്തു കളിയും, പിന്നെ അതിനെതിരെ നമ്മൾ അത് ചെയ്യണം എന്നൊക്കെ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ ഒന്നുകൂടി സജീവമായി, തൊഴിലുറപ്പ് നിർത്താൻ പോവുകയാണ് എന്നുള്ളത്. സത്യത്തിൽ എന്തെങ്കിലും സംഭവം നിർത്തേണ്ടതായിട്ടുണ്ടോ? നമ്മളൊന്ന് ചിന്തിക്കണ്ട. അതായത് തൊഴിലുറപ്പ് തുടങ്ങി ഓരോ വർഷം കഴിയും തോറും നമുക്ക് പിന്നെ കേന്ദ്രത്തിൽ നിന്നുള്ള കിട്ടുന്ന, ആര് ഭരിച്ചാലും കേന്ദ്രത്തിൽ നിന്നും ഓരോ വർഷം തോറും ഈ പിന്നെ നമ്മുടെ വേതനം, കൂലി ഓരോ വർഷവും ചെറിയ ശതമാനം കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ് ഇതുവരെ വന്നിട്ടുള്ളത്. ഒരു വർഷം പോലും നമുക്ക് എന്തില്ല, താഴോട്ട് പോയിട്ടില്ല എന്നത്. അപ്പോൾ നിർത്തേണ്ട ഒരു സ്ഥിതിയാണെങ്കിൽ അങ്ങനെ ഒരിക്കലും വരില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും കൂലി വർധനവ് എല്ലാ വർഷവും, ഇതുവരെ ഈ വർഷം മാത്രമാണ് ഇപ്പോൾ VBG റാംജിയിലേക്ക് കടക്കുന്നതിന് ശേഷമാണ് വർധനവ് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതുവരെ എന്തില്ല, ഓരോ വർഷവും കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേപോലെ തന്നെ ഈ വർഷം VBG റാംജിയിലേക്ക് കടക്കുകയാണ്. നമ്മൾ അടുത്ത മാസം മുതൽ പുതിയ തൊഴിൽ VBG റാംജി വികസിത ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ഗ്രാമീൺ, അതായത് VBG റാംജിയിലേക്ക് MGMNREGA VBG റാംജിയിലേക്ക് മാറുകയാണ്. അപ്പോൾ അതുകൊണ്ട് ശരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ത് പ്രശ്നമാണ് വരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ശരിക്കും നമുക്ക് 100 തൊഴിൽ ദിനങ്ങൾ എന്നത് എന്താക്കാൻ പോവുകയാണ്, 125 തൊഴിൽ ദിനങ്ങൾ. പിന്നെ നമ്മളെ സംബന്ധിച്ച് തൊഴിൽ ദിനങ്ങൾ കൂട്ടിക്കിട്ടുകയാണ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ 100 എന്നത് 125 ആക്കുകയാണ്. പിന്നെയോ വേഗത്തിലുള്ള നിയമനം, അതായത് നമ്മൾ തൊഴിൽ വേണം എന്ന് പറഞ്ഞ് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ 15 ദിവസത്തിനുള്ളിൽ നമുക്ക് ജോലി ഉറപ്പാണ്, ജോലി തരണം. അതേപോലെ തന്നെ അരികിൽ, അതായത് ശരിക്കും 5 കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ നമുക്ക് ജോലി തരണം. നമുക്ക് അധികം ദൂരെ പോയിട്ടൊന്നും ജോലി ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അതേപോലെ വേതന സുരക്ഷ, നമുക്ക് കൂലി വളരെ പെട്ടെന്ന്, അതായത് 15 ദിവസത്തിനുള്ളിൽ കൂലി കിട്ടണം നമുക്ക് ജോലി ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ വൈകിയാലോ 0.05% നഷ്ടപരിഹാരം വെച്ചിട്ട് നമുക്ക് കിട്ടണം എന്നതാണ് ഇപ്പോൾ പുതിയ ബില്ല് പ്രകാരം പറയുന്നത്. അതേപോലെ തന്നെ മെച്ചപ്പെട്ട സൗകര്യങ്ങളും, കുടിവെള്ളം, നമുക്ക് പിന്നെ വിശ്രമിക്കാൻ ഒരു പായ കെട്ടിയല്ലേ, താർപ്പായാലോ എന്താ ഷീറ്റ് ഇട്ടിട്ടോ അല്ലെ ഇത് ഇട്ടിട്ടുള്ളൊരു സൗകര്യം ഉണ്ടാവണം. പിന്നെ ഫസ്റ്റ് എയ്ഡ് ബോക്സ്, പ്രഥമ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കിറ്റ്, അതായത് ഫസ്റ്റ് എയ്ഡ് ബോക്സ് എല്ലാ സൈറ്റുകളിലും ഉണ്ടാവണം. കുടിവെള്ളത്തിനുള്ള സൗകര്യം ഉണ്ടാവണം. ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അതേപോലെ തന്നെ KYC അല്ലേ, അതേപോലെ തന്നെ KYC ചെയ്തിട്ടുള്ള, അതായത് നമ്മുടെ തൊഴിൽ നമുക്ക് മാത്രമേ എടുക്കാൻ പറ്റൂ, വേറെ ആരും ചെയ്യാൻ പാടില്ല എന്നുള്ള നിലക്കാണ്. വേറെ ആർക്കും ശമ്പളം നമ്മളെ കൂലി പോകാൻ പാടില്ല. അപ്പോൾ KYC ചെയ്താൽ അതാത് ആൾ തന്നെയാണെന്ന് ഉറപ്പ് വരുത്തണം. നമ്മൾ നല്ല കാര്യങ്ങളിലേ അതൊക്കെ വരുന്നത്. അപ്പോൾ പിന്നെ എന്താ, ഇപ്പം പുതിയതായിട്ട് വരാൻ പോവുകയാണ് ഗ്രാമീൺ റോസ്ഗാർ ഗ്യാരണ്ടി കാർഡ്, അതായത് തൊഴിൽ കാർഡ് മാറിയിട്ട് വേറൊരു കാർഡ് വരും എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ ഇത് ഓരോ വർഷവും നമ്മളിങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ വർഷം വന്നതെന്ന് വിചാരിച്ചാൽ സംസ്ഥാന വിഹിതം, അതായത് 10% മാത്രമേ, 90% കേന്ദ്രവും 10% സംസ്ഥാനവുമായിരുന്നു ഇത്രയും നാൾ എടുത്തിരുന്നത്. ഈ വർഷം മുതൽ ഈ VBG റാംജിയിലേക്ക് മാറുന്ന സമയം മുതൽ അതെന്തായിട്ടുണ്ട്, 40% എടുക്കണം. അതായത് ഇതുവരെ കൊടുത്തിരുന്നതിനേക്കാൾ 30% കൂടുതൽ ഓരോ സ്റ്റേറ്റും കൊടുക്കണം. അതാണിപ്പോൾ ഇതായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത പ്രകാരം ഏകദേശം ഒരു 1500 കോടി രൂപയോളം ഏകദേശം നമുക്ക് എന്ത് ചെയ്യും, ഒരു വർഷത്തിൽ ബാധ്യതയായിട്ട് സംസ്ഥാനത്തിന് വരുമെന്നതാണ്. അപ്പോൾ ഇപ്പം തന്നെ സംസ്ഥാന വിഹിതം, ഇപ്പോൾ ബജറ്റ് വന്നല്ലോ, സംസ്ഥാന വിഹിതം 1422.60 കോടി അനുവദിച്ചു കഴിഞ്ഞു.
അപ്പോൾ നമുക്ക് യാതൊരു പ്രശ്നവും വരാൻ പോകുന്നില്ല. അതേപോലെ തന്നെ കേന്ദ്ര വിഹിതമാണെങ്കിലോ 95,692.31 കോടി കേന്ദ്ര വിഹിതവും തൊഴിലുറപ്പിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ VBG റാംജിക്ക് വേണ്ടിയിട്ട് അനുവദിച്ചു കഴിഞ്ഞു. ഫസ്റ്റ് ആദ്യത്തെ സംസ്ഥാന വിഹിതം എന്ന് പറയുന്നത് ആദ്യത്തെ വിഹിതമായിട്ടാണ് ഇപ്പം എന്ത് ചെയ്ത് അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ബാക്കി ഇത് കഴിയുമ്പോഴേക്ക് എന്ത് ചെയ്യും, അതും വരും. ഇപ്പോൾ 1422.60 കോടി രൂപയാണ് സംസ്ഥാന വിഹിതമായിട്ട് അനുവദിച്ചിട്ടുള്ളത്. ഏകദേശം 1500 കോടിയിൽ പരം അതിനടുപ്പിച്ച് ഏകദേശം വരും എന്നാണ് നമ്മൾ കണക്ക് കൂട്ടിയത്. അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു. പിന്നെ നമ്മൾ എന്തിനാണ് ഇത് തൊഴിലുറപ്പ് നിന്ന് പോകുമോ എന്ന് ചിന്തിക്കുന്നത്? അപ്പോൾ ഓരോ തൊഴിലാളികളും വളരെ ആത്മാഭിമാനത്തോടു കൂടി നമുക്കിനി പറയാം, തൊഴിലുറപ്പ് നല്ല ഭംഗിയായിട്ട് കൂടുതൽ മേഖലകളിൽ നമ്മൾ ചിന്തിക്കുന്ന പോലെ തന്നെയുള്ള പല മേഖലകളിലേക്കും ഇനി പണി വരികയാണ് അല്ലേ. നമ്മളത് കഴിഞ്ഞ പ്രാവശ്യം ചർച്ച ചെയ്തു. ജലസുരക്ഷ, ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങൾ, പിന്നെ ഉപജീവനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജോലികൾ, അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്ന, പിന്നെ തീവ്ര കാലാവസ്ഥ സംഭവങ്ങളുടെ വ്യതിയാനമായിട്ട് ബന്ധപ്പെട്ടുള്ള ജോലി, അങ്ങനെ പല പല ജോലികളിലും വരുന്നു. നമ്മളെന്ത് വെച്ചാൽ വെറുതെ പിന്നെ ഉള്ള നിസ്സാരമായിട്ട് ചെയ്തിരുന്ന ജോലികൾക്ക് പിന്നെ മാറ്റം ചെയ്തുകൊണ്ട് പുതിയ സംഭവങ്ങൾ വരികയാണ്. അതായത് 2047 വികസിത് ഭാരത് എന്ന ഒരു വലിയ പരമപ്രധാനമായൊരു ലക്ഷ്യത്തിലേക്ക് കേന്ദ്ര സർക്കാർ ഉന്നമിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ഈ തൊഴിലുറപ്പ് പദ്ധതിയും കൂടെ ഭാഗമാകുക എന്നുള്ളതാണ് ഇപ്പോൾ പുതിയ വിവരങ്ങൾ വെച്ചിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോൾ അടുത്ത മാസം ഈ VBG റാംജി വരാൻ പോവുകയാണ്. അപ്പോൾ അതെന്ത് ചെയ്യുക, അതിലുള്ള പിന്നെ തൊഴിലുകളും കാര്യങ്ങളൊക്കെ മെച്ചപ്പെട്ട രീതിയിൽ നമുക്ക് കാര്യമായിട്ട് ഒരു പ്രശ്നവും സംഭവിക്കാൻ പോകുന്നില്ല. നല്ല രീതിയിലേക്കാണ് വരാൻ പോകുന്നത്. നമ്മളുടെ പിന്നെ ജോലിയൊക്കെ പൂർണ്ണമായിട്ടും നമുക്ക് ഗ്യാരണ്ടിയാണ്. അപ്പോൾ ഇതിലെന്ത് ചെയ്യുന്നത്, അതാണ് ഇതിൽ തന്നെ പറഞ്ഞത്, വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ഗ്രാമീൺ. അതിൻ്റെ പേര് തന്നെ അതാണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, ഈ മെച്ചപ്പെട്ട രീതിയിലുള്ള തൊഴിൽ സംവിധാനങ്ങളൊക്കെ വരികയാണ്. അപ്പോൾ ഇതിലെന്ത് ചെയ്യുക, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ സെലക്ട് ചെയ്തിട്ട് എടുക്കുന്ന രീതിയിലേക്ക് വരും. എന്തായാലും വിശദമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ ഉടനടി ലഭിക്കും എന്നാണ് അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഈ കിട്ടിയ വിവരങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ്. അപ്പോൾ എല്ലാവരും, എല്ലാ തൊഴിലാളികൾക്കും എന്ത് ചെയ്യുക, ഇപ്പോൾ കേന്ദ്ര വിഹിതവും സംസ്ഥാന വിഹിതവും ഒക്കെ വന്നു. VBG റാംജിയിലേക്ക് ആദ്യത്തെ പടി എന്ന രീതിയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പണി അടുത്ത മാസം നന്നായിട്ട് തുടങ്ങാൻ പറ്റും. അപ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും പുതിയൊരു പ്രൊജക്റ്റ് വരികയാണ് അല്ലേ, VBG റാംജി. അപ്പോൾ വരുന്ന സമയത്ത് ഇതിൻ്റേതായിട്ടുള്ള, ഇപ്പോൾ നമ്മൾ NMMS ഒക്കെ അടിക്കടി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. പുതിയ പരിപാടി, എന്ത് പരിപാടി വരുമ്പോഴും കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ NMMS മാറുന്ന ചിലപ്പോൾ നമ്മൾ ഈ KYC ചെയ്യാത്ത ആൾക്കാർ, ചെയ്ത ആൾക്കാർ പോലും ഫോട്ടോ കിട്ടാത്ത അവസ്ഥ ഉണ്ടാവും. വീണ്ടും എടുക്കേണ്ടി വരുന്നു, ഈ KYC ചെയ്യേണ്ടി വരുന്നു. അങ്ങനത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എന്തായാലും അതൊക്കെ എന്ത് ചെയ്യുക, അതൊക്കെ നമുക്ക് മാനേജ് ചെയ്തിട്ട് നല്ലൊരു നാളേക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം. എന്തായാലും പൂർവാധികം ഭംഗിയോട് കൂടിയിട്ട് തൊഴിലുറപ്പ് നിലനിൽക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിനം നേരുകയാണ്. അപ്പോൾ എല്ലാവരും ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. നിങ്ങളോട് എല്ലാവരോടും ഒരിക്കൽ കൂടി ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. കാരണം നമ്മുടെ ചാനൽ 10,000 സബ്സ്ക്രൈബർ കഴിഞ്ഞു. അപ്പോൾ ഇനിയും ഒരുപാട് ആൾക്കാർ അറിയാൻ ബാക്കിയുണ്ട് നമ്മുടെ ചാനലിനെ പറ്റിയിട്ടുള്ള. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.